ഏവിയേഷൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ നിഗൂഢതകളിലൊന്നായ 10 വർഷം മുമ്പ് യാത്രാമധ്യേ അപ്രത്യക്ഷമായ മലേഷ്യൻ എയർലൈൻസ് പാസഞ്ചർ വിമാനത്തിന്റെ തെരച്ചിൽ പുനരാരംഭിക്കാൻ തീരുമാനിച്ചതായി മലേഷ്യൻ ഗവൺമെന്റ് വ്യക്തമാക്കി. വിമാനം കണ്ടെത്തുന്നതിന് US ആസ്ഥാനമായുള്ള സമുദ്ര പര്യവേഷണ സ്ഥാപനമായ ഓഷ്യൻ ഇൻഫിനിറ്റിയുമായി $70 മില്യൺ കരാറിനാണ് മലേഷ്യൻ ഗവൺമെന്റ് അംഗീകാരം നൽകിയിട്ടുള്ളത്. വിമാനം അപ്രത്യക്ഷമായി 10 വർഷത്തിന് ശേഷമാണ് ഈ പുതിയ മിഷൻ നടപ്പിലാക്കുന്നത്. ഇനി നമുക്ക് വിമാനം യാത്രാമധ്യേ അപ്രത്യക്ഷമായ സംഭവ വികാസങ്ങളിലേക്കൊന്ന് കണ്ണോടിക്കാം. ഈ സംഭവങ്ങൾ എല്ലാവർക്കും അറിവുള്ളതാണെങ്കിലും ഈ അന്വേഷണത്തിൽ നിന്നും എത്തിച്ചേർന്ന നിഗമനങ്ങൾ വളരെ വ്യത്യസ്തമാണ്. ഈ നിഗമനങ്ങളിൽ നിന്നും ഒന്നും കണ്ടെത്താനാവാതെ വന്നപ്പോഴാണ് മലേഷ്യൻ ഗവൺമെന്റ് പുതിയ അന്വേഷണം നടത്താൻ പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. 2014 മാർച്ച് 1 മലേഷ്യയിലെ കോലാലംപൂരിൽ നിന്നും 12 വിമാന ജീവനക്കാർ ഉൾപ്പെടെ 239 പേരുമായി ചൈനയിലെ ബീജിംഗിലേക്ക് പോകുന്നതിനിടെ മലേഷ്യൻ എയർലൈൻസ് MH370 വിമാനം അപ്രത്യക്ഷമായി. ഈ അപ്രത്യക്ഷമാകൽ ലോകം കണ്ട ഏറ്റവും വലിയ തിരച്ചിൽ നടത്താൻ ലോകരാജ്യങ്ങൾ ഒറ്റക്കെട്ടായി സഹകരിച്ചു. ഓസ്ട്രേലിയയുടെ പടിഞ്ഞാറ് ഇന്ത്യൻ മഹാസമുദ്രം മുതൽ മധ്യേഷ്യ വരെ നീണ്ടുകിടക്കുന്ന ലോകം കണ്ട ഏറ്റവും വലിയ തിരച്ചിലിൽ ഈ വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങളൊന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല. $150 മില്യൺ ചെലവായ ഈ ബഹുരാഷ്ട്ര തിരച്ചിൽ ശ്രമം 2017 അവസാനിച്ചപ്പോൾ അപ്രത്യക്ഷമായ ഈ വിമാനത്തിൻ്റെ ഒരു തുമ്പും കണ്ടെത്താൻ കഴിഞ്ഞില്ല. 150ലധികം ചൈനീസ് യാത്രക്കാരാണ് ഈ വിമാനത്തിലുണ്ടായിരുന്നത്. മറ്റുള്ളവർ 50 മലേഷ്യക്കാരും ഫ്രാൻസ്, ഓസ്ട്രേലിയ, ഇന്തോനേഷ്യ, ഇന്ത്യ, US, കാനഡ എന്നിവിടങ്ങളിലെ പൗരന്മാരും ഉൾപ്പെടുന്നു. 2014 മാർച്ച് 1 12:41 കോലാലംപൂരിൽ നിന്നും ബീജിംഗിലേക്ക് പുറപ്പെട്ട MH370 വിമാനം 1-1 ആയപ്പോൾ 10,700 മീറ്റർ ഉയരത്തിലെത്തിയിരുന്നു. വിമാനത്തിൻ്റെ പ്രകടനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ തത്സമയം കൺട്രോൾ യൂണിറ്റിലെ കമ്മ്യൂണിക്കേഷൻ, അഡ്രസ്സിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് സിസ്റ്റത്തിന് കിട്ടിക്കൊണ്ടിരുന്നു. എന്നാൽ ഈ വിവരങ്ങളിൽ അസ്വാഭാവികമായ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഈ വിമാനത്തിൽ നിന്നുള്ള അവസാന റേഡിയോ സന്ദേശം പുലർച്ചെ 1:07 AM-നും 1:19 AM-നും കൺട്രോൾ യൂണിറ്റിൽ ലഭിച്ചു. ഇതിൽ നിന്നും വിമാനത്തിന് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ലെന്ന് മനസ്സിലാക്കി. പുലർച്ചെ 1:21 ആയപ്പോൾ എയർ ട്രാഫിക് കൺട്രോളുമായി ആശയവിനിമയം നടത്തിക്കൊണ്ടിരുന്ന വിമാനത്തിൻ്റെ ട്രാൻസ്പോണ്ടർ സ്വിച്ച് ഓഫായതായി എയർ ട്രാഫിക് കൺട്രോൾ യൂണിറ്റിന് മനസ്സിലായി. അതായത് വിമാനം വിയറ്റ്നാമീസ് വ്യോമാതിർത്തിയിൽ പ്രവേശിക്കാൻ പോകുമ്പോഴായിരുന്നു കമ്മ്യൂണിക്കേഷൻ നഷ്ടമായത്. പുലർച്ചെ 1:30 തന്നെ മലേഷ്യൻ മിലിറ്ററിയും മിലിറ്ററി റഡാറും വിമാനത്തിനെ ട്രാക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഈ ട്രാക്കിങ്ങിൽ ഈ വിമാനം അതിൻ്റെ ശരിയായ വ്യോമപാത ഉപേക്ഷിച്ച് മലായി ഉപദ്വീപിന് മുകളിലൂടെ തെക്കു പടിഞ്ഞാറോട്ട് പോവുകയും പിന്നീട് മലാക്ക കടലിടുക്കിന് മുകളിലൂടെ പറക്കുകയും അവസാനം ആൻഡമാൻ കടലിടുക്കിന് മുകളിലൂടെ പറക്കുകയും ചെയ്തതായി വ്യക്തമായി. ഈ വിമാനവും മലേഷ്യൻ മിലിറ്ററി റഡാറുമായുള്ള ബന്ധം 2:22 ആയപ്പോൾ നഷ്ടപ്പെട്ടു. അങ്ങനെ അപ്രത്യക്ഷമായ വിമാനത്തിനായുള്ള പ്രാഥമിക തെരച്ചിൽ ദക്ഷിണ ചൈന കടൽ കേന്ദ്രീകരിച്ചാണ് നടന്നത്. വിമാനത്തിൻ്റെ ട്രാൻസ്പോണ്ടർ സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം ഈ വിമാനം പടിഞ്ഞാറോട്ട് തിരിഞ്ഞതായി റഡാറിൽ കണ്ടെത്തിയതിനാൽ തിരച്ചിൽ മലാക്ക കടലിലേക്കും ആൻഡമാൻ കടലിലേക്കും നീങ്ങി. മാർച്ച് 15 വിമാനം അപ്രത്യക്ഷമായി ഒരാഴ്ചയ്ക്ക് ശേഷം ഇന്ത്യൻ ഓഷ്യന് മുകളിലുള്ള ജിയോ സ്റ്റേഷനറി ഭ്രമണപഥത്തിലുള്ള ഇൻമാർസാറ്റ് കോണ്ടാക്റ്റിൽ നിന്നുള്ള സിഗ്നലിൻ്റെ അവസാന അപഗ്രഥനത്തിൽ വിമാനം കൃത്യമായി കണ്ടെത്താനായില്ലെങ്കിലും വിമാനം തകർന്നു വീണെന്നും ഏകദേശം 2 സ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും വിമാനത്തിൻ്റെ അവശിഷ്ടം കണ്ടേക്കാം എന്നുമുള്ള നിഗമനത്തിലെത്തി. ഈ 2 സമുദ്രസ്ഥാനങ്ങളിൽ ഒന്ന് ജാവയിൽ നിന്നും തെക്ക് ഓസ്ട്രേലിയയുടെ തെക്കു പടിഞ്ഞാറ് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കും മറ്റൊന്ന് വിയറ്റ്നാമിൽ നിന്നും തുർക്ക്മെനിസ്ഥാൻ വരെയും വടക്കോട്ട് വ്യാപിച്ചു കിടക്കുന്നു. അങ്ങനെ മാർച്ച് 24 ഇൻമാർസാറ്റും UK എയർ ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്രാഞ്ചും ഓസ്ട്രേലിയയിൽ നിന്നും 2500 കിലോമീറ്റർ തെക്കു പടിഞ്ഞാറായി ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ വിദൂരഭാഗത്ത് വിമാനം തകർന്നു വീണതാകാം എന്ന നിഗമനത്തിൽ എത്തിച്ചേർന്നു. അപകടം നടന്ന സ്ഥലം വിദൂര സ്ഥലമായതിനാൽ വിമാനാവശിഷ്ടങ്ങൾക്കായുള്ള തെരച്ചിൽ തടസ്സപ്പെട്ടു. ഏപ്രിൽ 6 മുതൽ ഒരു ഓസ്ട്രേലിയൻ കപ്പൽ പടിഞ്ഞാറൻ ഓസ്ട്രേലിയയിൽ നിന്നും ഏകദേശം 2000 കിലോമീറ്റർ വടക്കു പടിഞ്ഞാറായി ഒരു ബോയിംഗ് വിമാനത്തിൻ്റെ ഫ്ലൈറ്റ് റെക്കോർഡറിൽ നിന്ന് അല്ലെങ്കിൽ ബ്ലാക്ക് ബോക്സിൽ നിന്നുള്ള നിരവധി അക്കോസ്റ്റിക് പിംഗ് തരംഗങ്ങൾ കണ്ടെത്തി. ഇൻമാർസാറ്റ് ഡാറ്റയുടെ വിശകലനത്തിൽ രാവിലെ 8:19 വിമാനത്തിൽ നിന്ന് ഒരു ഭാഗിക സിഗ്നൽ അക്കോസ്റ്റിക് പിങ്ങുകളുടെ സ്ഥാനവുമായി പൊരുത്തപ്പെടുന്നതായി കണ്ടെത്തി.
എന്നാൽ റോബോട്ടിക് അന്തർവാഹിനി ഉപയോഗിച്ച് നടത്തിയ തെരച്ചിലിൽ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്നാൽ 2017ഓടെ ടാർസാനിയ, മൊസാംബിക്, ദക്ഷിണാഫ്രിക്ക, മഡഗാസ്കർ, മൗറീഷ്യസ് തീരങ്ങളിൽ നിന്നും ഏകദേശം 26ഓളം വിമാനാവശിഷ്ടങ്ങൾ കണ്ടെത്തി. ഈ 27 കഷണങ്ങളിൽ 3 ഫ്ലൈറ്റ് 370 നിന്ന് വന്നതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 17 പല വിമാനത്തിൽ നിന്നും വന്നതാണെന്ന് കരുതപ്പെടുന്നു. ഈ കഷണങ്ങളിൽ നിന്നും കിട്ടിയ ക്യാബിൻ ഇൻറ്റീരിയറിൻ്റെ 2 കഷണങ്ങളിൽ നിന്നും വിമാനം തകർന്നതാണെന്ന് സൂചിപ്പിക്കുന്നു. എന്നാൽ വിമാനം വായുവിൽ തകർന്നതാണോ സമുദ്രത്തിൽ ക്രാഷ് ലാൻഡ് ചെയ്ത് തകർന്നതാണോ എന്ന് ഇതുവരെ നിർണ്ണയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ടാർസാനിയയിൽ നിന്ന് കണ്ടെത്തിയ റീയൂണിയൻ വിങ് ഫ്ലാപ്പറോണിൻ്റെയും വലതു ചിറകിൻ്റെയും പഠനത്തിൽ വിമാനം വാട്ടർ ലാൻഡിംഗ് നടത്തിയിട്ടില്ല എന്ന് അനുമാനിക്കുന്നു. ഈ പഠനങ്ങളിൽ നിന്നും സൂചിപ്പിക്കുന്നത് ഫ്ലൈറ്റ് 370 സമുദ്രജലത്തിൽ ലംബമായി ഇടിച്ചു തകർന്നിട്ടുണ്ടാകാം എന്ന് ചില ഗവേഷകർ അഭിപ്രായപ്പെടുന്നു. എന്തായാലും ലോകരാജ്യങ്ങൾ വിമാനത്തിനു വേണ്ടി നടത്തിയ തിരച്ചിൽ 2017 ജനുവരിയിൽ അവസാനിപ്പിച്ചു. ഫ്ലൈറ്റ് 370 തിരോധാനത്തിൻ്റെ കാരണങ്ങൾ മുൻനിർത്തി പലതരം സിദ്ധാന്തങ്ങൾ നിലവിലുണ്ട്. വിമാനത്തിൻ്റെ എഞ്ചിൻ ഫെയിലിയർ മുതൽ പൈലറ്റിൻ്റെ ജീവൻ അവസാനിപ്പിക്കൽ ശ്രമം വരെ ഇത് നീളുന്നു. ട്രാൻസ്പോണ്ടൻ്റ് സിഗ്നലുകളുടെ പരാജയം വിമാനം ഹൈജാക്ക് ചെയ്തതാകാം എന്നുള്ള ഊഹാപോഹങ്ങൾക്ക് കാരണമായിരുന്നു. എന്നാൽ ആരും തന്നെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടില്ല. കൂടാതെ ഏതെങ്കിലും ഹൈജാക്കേഴ്സ് വിമാനം തെക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് പറത്താൻ ഒരു സാധ്യതയുമില്ല. എന്നിരുന്നാലും ഹൈജാക്കിംഗ് സാധ്യതകളെ തീർത്തും തള്ളിക്കളയുന്നില്ല. ചൈന, റഷ്യ എന്നീ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു മിസൈൽ അറ്റാക്ക് സിദ്ധാന്തവും നിലവിലുണ്ടായിരുന്നു. എന്നാൽ തെളിവുകളില്ലാത്തതിനാൽ വിദഗ്ധർ ഇത് തള്ളിക്കളഞ്ഞു. വിമാനത്തിനുള്ളിൽ നിന്നും സിഗ്നലുകൾ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കാൻ സാധ്യതയുള്ളതിനാൽ ഹൈജാക്ക് സാധ്യതകളെയും തള്ളിക്കളയുന്നില്ല. എന്നാൽ സിഗ്നൽ നഷ്ടപ്പെടുന്നതിന് മുമ്പ് ട്രാഫിക് കൺട്രോളുമായി നടന്ന കമ്മ്യൂണിക്കേഷനിൽ പൈലറ്റിൻ്റെയോ ഫസ്റ്റ് ഓഫീസറുടെയോ ക്യാബിൻ ക്രൂവിൻ്റെയോ പെരുമാറ്റത്തിൽ സംശയാസ്പദമായ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ പൈലറ്റിൻ്റെ വ്യക്തിജീവിതത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പഠനത്തിന് വിധേയമാക്കിയതിൽ നിന്നും വിമാനയാത്രക്കാരെ എല്ലാവരെയും ചേർത്തുകൊണ്ടുള്ള പൈലറ്റിൻ്റെ ജീവൻ വെടിയൽ എന്നുള്ള സിദ്ധാന്തത്തിൽ വിദഗ്ധർ എത്തിച്ചേർന്നിട്ടുണ്ട്. ഫ്ലൈറ്റ് 370 വെടിവെച്ചിട്ടതാകാമെന്ന് ചില അനുമാനങ്ങളുണ്ടെങ്കിലും ഇതിൻ്റെ തെളിവുകളൊന്നും ലഭ്യമല്ല. എന്നാൽ ആദ്യം തന്നെ മലേഷ്യൻ മിലിറ്ററി റഡാർ സംവിധാനം ഉപയോഗിച്ചുള്ള ട്രാക്കിങ്ങിൽ ഈ വിമാനത്തിൻ്റെ ശരിയായിട്ടുള്ള ഫ്ലൈറ്റ് പാത ഉപേക്ഷിച്ച് വടക്കൻ മലായിക്ക് മുകളിലൂടെ തിരിച്ചു പറന്ന് ആൻഡമാൻ കടലിലൂടെ തെക്കോട്ട് തിരിഞ്ഞു പറന്നത് പൈലറ്റിൻ്റെ ജീവനൊടുക്കലായി ബന്ധപ്പെടുത്തി ഒരു സിദ്ധാന്തം നിലവിലുണ്ട്. ഈ സിദ്ധാന്തം തന്നെയാണ് ശരി എന്ന് മിക്ക വിദഗ്ധരും വിശ്വസിക്കുന്നു.